വേണാട് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അടൂർ. ആസ്ഥ ഹെൽത്ത് കെയറിന്റെ പുത്തൻ സംരംഭം ആസ്ഥ ക്ലിനിക്, കണ്ടത്തിൽ കോംപ്ലക്സ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, പറക്കോട്, അടൂർ. Time Kids, the preschool that cares. നമസ്കാരം, വേണാട് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പന്തളത്ത് വൃദ്ധരായ മാതാപിതാക്കളെ കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിൽ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തിലെ കുളത്തുംപടക്കേതിൽ ഊട്ടുപറമ്പ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്യാൻ പെരിങ്ങനാട് തൃച്ചേന്നമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. വാർത്തകൾ വിശദമായി. പന്തളത്ത് വൃദ്ധരായ മാതാപിതാക്കളെ കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിൽ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൊങ്ങലടി കാഞ്ഞിരവിളയിൽ മാത്യൂസ് ജോണാണ് അറസ്റ്റിലായത്. മാതാപിതാക്കളെ കൊലപ്പെടുത്തി ഇയാൾ പുരയിടത്തിന് സമീപമുള്ള കുഴിയിൽ മറവ് ചെയ്യുകയായിരുന്നു. പന്തളത്ത് വൃദ്ധരായ മാതാപിതാക്കളെ കൊന്ന് കുഴിച്ചുമൂടിയ സംഭവത്തിൽ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൊങ്ങലടി കാഞ്ഞിരവിളയിൽ 33 വയസ്സുള്ള മാത്യൂസ് ജോൺ ആണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇയാളുടെ പിതാവായ 70 വയസ്സുള്ള KM ജോൺ, മാതാവായ 63 വയസ്സുള്ള ലീലാമ്മ ജോൺ എന്നിവരെ കൊലപ്പെടുത്തി ഇയാൾ പുരയിടത്തിന് സമീപമുള്ള കുഴിയിൽ മറവ് ചെയ്യുകയായിരുന്നു. ഒരാഴ്ച മുൻപാണ് സംഭവം. മാതാപിതാക്കൾക്കൊപ്പം മാത്യൂസും ഭാര്യയും കുട്ടിയും താമസിച്ചു വരികയായിരുന്നു. ഭാര്യയും കുട്ടിയും ഒരാഴ്ച മുൻപ് കോട്ടയത്തെ വീട്ടിലേക്ക് പോയ ശേഷമാണ് ഇയാൾ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയത്. ഇരുവരെയും കാണാതെ വന്നതോടെ മകനോട് ഇവരെക്കുറിച്ച് പരിസരവാസികളും ബന്ധുക്കളും തിരക്കിയിരുന്നു. എന്നാൽ ഇവർ ധ്യാനത്തിന് പോയിരിക്കുകയാണെന്നാണ് ഇയാൾ മറുപടി നൽകിയത്. ഇതിനു പിന്നാലെ 3 ദിവസം മുൻപ് ഇയാൾ വീട്ടിൽ JCB കൊണ്ടുവന്ന് മൃതദേഹം മറവ് ചെയ്ത കുഴി മണ്ണിട്ട് മൂടി. വേസ്റ്റ് നിക്ഷേപിക്കുന്നതിനാൽ കുഴി മൂടുന്നുവെന്ന് ഇയാൾ കാര്യം തിരക്കിയവരോട് പറയുകയും ചെയ്തു. പിന്നീട് സമീപത്ത് താമസിക്കുന്ന KM ജോണിന്റെ സഹോദരനും സമീപവാസികൾക്കും സംശയം തോന്നിയതിനെ തുടർന്ന് വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. വ്യാഴാഴ്ച രാവിലെ പോലീസ് വീട്ടിലെത്തിയപ്പോൾ മകൻ രക്ഷപ്പെട്ടു. പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിനിടെ ഇയാളെ അടൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പന്തളം പോലീസ് പ്രതിയെ സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് നാടിനെ നടുക്കിയ സംഭവങ്ങളുടെ കെട്ടഴിഞ്ഞത്. താനാണ് ഇരുവരെയും കൊലപ്പെടുത്തിയതെന്നും മൃതദേഹം വീടിന് സമീപത്തെ കുഴിയിൽ മറവ് ചെയ്തതെന്നും ഇയാൾ പോലീസിനോട് സമ്മതിച്ചു. തുടർന്ന് SP-യുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. നഴ്സിംഗ് ബിരുദധാരിയായ മകൻ ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരിക്കുകയായിരുന്നു. മാതാപിതാക്കളുമായി ഇയാൾ പതിവായി വഴക്കിടാറുണ്ടെന്നും പരിസരവാസികൾ പോലീസിനോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വേണ TV. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് 2016-17 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച കുളത്തുംപടക്കേതിൽ ഊട്ടുപറമ്പ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ജയദേവ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് 2016-17 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച കുളുത്തുംപടക്കേതിൽ ഊട്ടുപറമ്പ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യം ചെയർമാൻ A. നൌഷാദ് അധ്യക്ഷനായിരുന്നു. ഇപ്പോൾ ഈ പുതിയ പദ്ധതിയിൽ നമ്മുടെ പൊങ്കുവള വലിയകുളം റോഡ്, അങ്ങനെ 3 റോഡ് ഈ 1.5 വർഷക്കാലത്തിനുള്ളിൽ ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ആദിക്കാട്ടുകുളങ്ങര 11-ാം വാർഡ് എന്ന പ്രദേശത്തേക്ക്, ആ വാർഡിലേക്ക് തന്നെ കൊണ്ടുവരുവാൻ 7 ലക്ഷം, 6 ലക്ഷം, 5 ലക്ഷം, അങ്ങനെ 7ഉം 6ഉം 13ഉം 5ഉം 18 ലക്ഷത്തിന്റെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് നമ്മുടെ ആദിക്കാട്ടുകുളങ്ങര 11-ാം വാർഡ് കേന്ദ്രീകരിച്ച് നമുക്ക് കൊണ്ടുവരുവാൻ സാധിച്ചിട്ടുണ്ട്. വാർഡ് മെമ്പർ M. മുഹമ്മദ് അലി സ്വാഗതം ആശംസിച്ചു. കാലാകാലങ്ങളിലായി ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെടുന്നവർ അവഗണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം ആ പ്രദേശത്തേക്ക്
നടപ്പാക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ റോഡ് ശോചനീയമായി തുടരുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം പാലമേൽ പഞ്ചായത്തിലും ആദിക്കാട്ടുമംഗല തെക്ക് 11-ാം വാർഡ് ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വരികയും ഇത്തരം വികസനങ്ങൾ എത്താത്ത പ്രദേശങ്ങൾക്കാകെ വികസനത്തിൻ്റെ പുതിയൊരു നവോന്മേഷം നൽകുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ തന്റേടം കാണിക്കുകയും ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ജയദേവ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവർക്കും വീട് പദ്ധതി ഇവിടെ സൂചിപ്പിച്ചു. കുടുംബശ്രീ വഴിയാണ് അതിന്റെ സർവേ നടത്തിയിരിക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ എല്ലാവർക്കും വീട്. അവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. ഇവിടെ വീടില്ലാത്തവർക്കെല്ലാം വീട്. ഏതാണോ താമസയോഗ്യം അല്ലാത്ത വീടുകൾക്ക് ഇനി താമസയോഗ്യമാക്കാൻ എത്ര ഫണ്ട് വേണം? സ്ഥലമില്ലാത്തവർ ആരൊക്കെയാണ്? സ്ഥലം ഉണ്ടായിട്ട് വീടില്ലാത്തവർ എത്രയാണ്? ഇങ്ങനെ തരം തിരിച്ചുകൊണ്ടാണ് സർവേ നടത്തിയിട്ടുള്ളത്. അതിൽ ഓരോ ഘട്ടത്തിലും ആർക്കൊക്കെ വീട് കൊടുക്കണമെന്ന് ആ സർവേയുടെ അടിസ്ഥാനത്തിലാണ്. ആ സർവേയുടെ അവസാന ഭാഗം പഞ്ചായത്തിൽ പ്രദർശിപ്പിക്കും. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതിന് അദാലത്തിന് പോകാം. അവരെ കൂടെ അതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ബിജു, പാലമേൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം വിശ്വനാഥൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബി ജയദേവൻ, ശൈലജ ഷാജി, ഓമനക്കുട്ടൻ, എം ബൈജു, രാജൻ സൂര്യാലയം, ചന്ദ്രശേഖരക്കുറുപ്പ്, ഇബ്രാഹിം കുട്ടി, യു നൌഷാദ്, ഹാഷിം ഹബീബ്, സുരേഷ് കുമാർ, അബ്ദുൽ കലാം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് വേണ TV. കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്യാൻ പെരിങ്ങനാട് തൃച്ചേന്നമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന അവസരമൊരുക്കുന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന 50-അംഗ സംഘമാണ് മെട്രോ യാത്രയ്ക്ക് തയ്യാറെടുത്തിരിക്കുന്നത്. കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്യുവാൻ പെരിങ്ങനാട് തൃച്ചേന്തമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന അവസരമൊരുക്കുന്നു. പഠനത്തിൽ മികവ് പുലർത്തുന്ന സ്കൂളിലെ 6-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന 50-അംഗ സംഘത്തിനാണ് മെട്രോ യാത്രയ്ക്കായി അവസരം ലഭിച്ചിരിക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ജനറൽ കൺവീനറായ റോബിൻ ബേബിയുടെ നേതൃത്വത്തിലാണ് കൊച്ചി മെട്രോ യാത്ര ഒരുക്കിയിരിക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥികൾ പുതുതലമുറയിലെ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്ന സൗഭാഗ്യമാണ് ഈ യാത്രയെന്ന് സ്കൂൾ HM ഇൻചാർജ് S വിമല പറഞ്ഞു. പെരിങ്ങനാട് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മുടെ കുട്ടികൾക്ക് ഒരുക്കിയിരിക്കുന്ന സൗഭാഗ്യമാണ് മെട്രോ യാത്ര. ഈ യാത്ര നമ്മൾ പാലാരിവട്ടം മുതൽ ആലുവ വരെയും ആലുവ മുതൽ പാലാരിവട്ടം വരെയാണ് യാത്ര നടത്തുന്നത്. നമ്മുടെ പാവപ്പെട്ട കുട്ടികൾക്ക് ഒരുക്കിയിരിക്കുന്ന ഈ സൗഭാഗ്യത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളോട് ഞങ്ങൾ ഏറെ കടപ്പെട്ടിരിക്കുന്നു. അവർക്ക് ഞങ്ങൾ എല്ലാവിധ ആശംസകളും ഈ തരുണത്തിൽ ചെയ്തു. ചാനലുകളിൽ കൂടി മാത്രം ദർശിച്ച മെട്രോ നേരിൽ കാണുന്നതിനും യാത്ര ചെയ്യുന്നതിനുമുള്ള ആവേശത്തിലാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഇങ്ങനൊരു യാത്ര നടത്താൻ പറ്റുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഇങ്ങനൊരു യാത്ര സംഘടിപ്പിച്ച എല്ലാവർക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ഇതുവരെ ട്രെയിനൊക്കെ കണ്ടിട്ടല്ല ഇത് കയറാൻ പറ്റുമെന്നോ ദൂരെ നിന്ന് കാണാൻ പറ്റുമെന്ന് പോലും പ്രതീക്ഷിച്ചില്ല. ഇതിൻ്റെ ന്യൂസൊക്കെ കണ്ടപ്പോൾ പോകണമെന്നും കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു അവസരം ഒരുക്കി എല്ലാവർക്കും ഈ അവസരം നന്ദി രേഖപ്പെടുത്തുന്നു. നാളത്തെ ദിവസം വേണ്ടി ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കും. ഞങ്ങൾക്ക് ഈ മെട്രോ യാത്രയ്ക്ക് ഒരുക്കി തന്ന എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്കൂളിൽ പുതിയതായിട്ട് ചേർന്നതാണ്. അപ്പോൾ വന്നപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൂട്ടുകാരുമായി ഈ യാത്രയുടെ അനുഭവങ്ങൾ പങ്കിടണം എന്ന് എനിക്കാകും. മെട്രോ യാത്രയ്ക്കായി 50-അംഗ സംഘം സ്കൂളിൽ നിന്ന് വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് യാത്ര പുറപ്പെടും. പെരിങ്ങനാട് തൃച്ചേന്തമംഗലം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന മറ്റ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾക്ക് മാതൃകയാണെന്ന് അധ്യാപകനായ സിബി ചാക്കോ പറയുന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ തുടർച്ചയായി 2 വർഷം നമുക്ക് ആകാശയാത്ര ആ സൗഭാഗ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രദാനം ചെയ്തത് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ്. അതോടൊപ്പം ഈ കുഞ്ഞുങ്ങളുടെ ഏറെക്കാലത്തെ അഭിലാഷമായിരുന്ന മെട്രോ യാത്രയും നാളെ പൂർത്തീകരിക്കുകയാണ്. മുൻപ് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സ്കൂളിലെ കുട്ടികൾക്കായി ആകാശയാത്രയും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് വേണ TV. മഴയിൽ MC റോഡ് തകർന്ന് കുഴികൾ രൂപപ്പെട്ടത് യാത്രികർക്ക് തലവേദനയാകുന്നു.
3 വർഷങ്ങൾക്ക് മുൻപ് 6 കോടി രൂപ ചെലവിൽ നവീകരിച്ച നെല്ലിമുട്ടിപ്പടി മുതൽ അടൂർ ഹോളിക്രോസ് ജംഗ്ഷൻ വരെയുള്ള MC റോഡിന്റെ ഭാഗങ്ങളാണ് തകർന്നു കിടക്കുന്നത്. അടൂർ നഗരത്തിൽ MC റോഡ് തകർന്ന് അപകടകരമായ കുഴികൾ രൂപപ്പെട്ടു. നെല്ലിമുട്ടിൽപ്പടി മുതൽ അടൂർ ഹോളിക്രോസ് ജംഗ്ഷൻ വരെയാണ് MC റോഡ് പാടെ തകർന്നിരിക്കുന്നത്. ഇവിടെയുള്ള കുഴികൾ താണ്ടി സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ. 3 വർഷം മുൻപ് 6 കോടി രൂപ ചെലവിൽ നവീകരിച്ച റോഡിന്റെ അവസ്ഥയാണിത്. റോഡ് നവീകരിച്ച് ഒരാഴ്ച പിന്നിട്ടപ്പോഴേ പണിയിലെ അപാകത മൂലം ടാറിങ് ഇളകി തുടങ്ങിയിരുന്നു. പിന്നീട് പലതവണ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും മഴയിൽ വീണ്ടും ഇളകി താറുമാറാകുകയായിരുന്നു. നഗരത്തിൽ ചെറുതും വലുതുമായ 50-ലേറെ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. നഗരത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന വലിയ കുഴികളിൽ വീണ് ദിനംപ്രതി ഇരുചക്ര വാഹന യാത്രികർക്കടക്കം നിരവധി പരിക്കുകളാണ് സംഭവിക്കുന്നത്. സെൻട്രൽ ജംഗ്ഷൻ, KSRTC ജംഗ്ഷൻ, പാർത്ഥസാരഥി ജംഗ്ഷൻ, ജനറൽ ആശുപത്രിയുടെ ഭാഗം, പഴയ സ്വകാര്യ ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, ഹോളിക്രോസ് ജംഗ്ഷന് സമീപം എന്നിവിടങ്ങളിലാണ് ടാറിങ് ഇളകി വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇരുചക്ര വാഹന സഞ്ചാരികളാണ് റോഡിന്റെ തകർച്ചയിൽ ദുരിതമനുഭവിക്കുന്നത്. മറ്റു വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നതിനും വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിക്കുന്നതിനും ഈ കുഴികൾ കാരണമാകുന്നു. ഈ കുഴികളിൽ ഇനിയും പേരിനു വേണ്ടിയുള്ള അറ്റകുറ്റപ്പണികൾ നടത്താതെ മഴ പെയ്യുമ്പോൾ തകരാത്ത രീതിയിലുള്ള ടാറിങ് നടത്തിയെങ്കിലേ രക്ഷയുള്ളൂ. ഇതിനുള്ള നടപടികളാണ് ഇനി പൊതുമരാമത്ത് അധികൃതർ കൈക്കൊള്ളേണ്ടത്. ന്യൂസ് ഡെസ്ക് വേണ TV. കൊടുമൺ സീനിയർ സിറ്റിസൺസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ അങ്ങാടിക്കൽ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ജൂലൈ 7-ാം തീയതി കൊടുമൺ വിജ്ഞാനപ്രദായിനി വായനശാലയിൽ നടക്കും. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അടൂർ. ആസ്ഥ ഹെൽത്ത് കെയറിന്റെ പുത്തൻ സംരംഭം ആസ്ഥ ക്ലിനിക്, കണ്ടത്തിൽ കോംപ്ലക്സ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, പറക്കോട്, അടൂർ. Time Kids, the preschool that cares. വാർത്തകൾ തുടരുന്നു. ഏനാത്ത് പാലത്തിന്റെ പുതിയ തൂണുകൾ നിർമ്മിക്കുന്നതിനായുള്ള അടിത്തറ വാർക്കുന്ന പ്രവൃത്തികൾക്ക് ആരംഭമായി. കുളക്കട ഭാഗത്തു നിന്നുള്ള ആദ്യത്തെ പുതിയ തൂണിന്റെ പൈൻ ക്യാമ്പ് കോൺക്രീറ്റ് ചെയ്യുന്ന ജോലിയാണ് വ്യാഴാഴ്ച രാവിലെ ആരംഭിച്ചത്. ഏനാത്ത് പാലത്തിന്റെ പുതിയ തൂണ് നിർമ്മിക്കുന്നതിന്റെ അടിത്തറ വാർക്കുന്നത് വ്യാഴാഴ്ച ആരംഭിച്ചു. പാലത്തിന്റെ തെക്ക് കുളക്കട ഭാഗത്തു നിന്നുള്ള ആദ്യത്തെ പുതിയ തൂണിന്റെ പൈൽ ക്യാപ്പ് കോൺക്രീറ്റ് ചെയ്യുന്ന ജോലിയാണ് വ്യാഴാഴ്ച രാവിലെ ആരംഭിച്ചിരിക്കുന്നത്. മുറിച്ചുമാറ്റിയ തൂണിന് സമീപം അടിത്തറ കിണറിന് ചുറ്റും നിർമ്മിച്ച 4 പൈലുകൾ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ടുള്ള പൈൽ ക്യാപ്പ് കോൺക്രീറ്റിംഗ് ആണ് ആരംഭിച്ചിരിക്കുന്നത്. ഈ കോൺക്രീറ്റിംഗിന് മുകളിലാണ് വൃത്താകൃതിയിൽ പുതിയ തൂണ് നിർമ്മിക്കുന്നത്. പാലത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി പാലത്തിൽ മുൻപുണ്ടായിരുന്ന ടാറിങ്ങും ഇളക്കി മാറ്റിയിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് പാലം ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി പാലത്തിന്റെ സ്ലാബുകൾ തമ്മിൽ യോജിക്കുന്ന ഭാഗത്ത് സ്ട്രിപ്പ് സ്റ്റീൽ ബന്ധിപ്പിക്കുന്ന പണികളും പുരോഗമിക്കുകയാണ്. കല്ലടയാറ്റിൽ ജലനിരപ്പ് ഉയരുന്നത് മൂലം ബെയിലി പാലത്തിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് സൈന്യവും ഉദ്യോഗസ്ഥരും നടത്തിയ സംയുക്ത പരിശോധനാ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ തിരുവനന്തപുരത്ത് പരിശോധിച്ചു വരികയാണ്. റിപ്പോർട്ട് ഉടൻ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിക്ക് സമർപ്പിക്കും. ന്യൂസ് ഡെസ്ക് വേണ TV. GST നമ്പർ കിട്ടാത്തതിന്റെ പേരിൽ അടച്ചിട്ടിരിക്കുന്ന അടൂരിലെ മാവേലി മെഡിക്കൽ സ്റ്റോറുകൾ ഉടൻ തുറക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് മനു തയ്യിൽ. ഈ വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും മനു തയ്യിൽ ആവശ്യപ്പെട്ടു. GST നമ്പർ കിട്ടാത്തതിന്റെ പേരിൽ അടച്ചിട്ടിരിക്കുന്ന മാവേലി മെഡിക്കൽ സ്റ്റോറുകൾ ഉടൻ തുറക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് മനു തയ്യൽ ആവശ്യപ്പെട്ടു. ജൂലൈ മാസം 1-ാം തീയതി മുതൽ സപ്ലൈകോയുടെ മാവേലി മെഡിക്കൽ സ്റ്റോറിൽ അടൂര്, പന്തളം, ഏനാത്ത് ഉൾപ്പെടെ അടൂർ നിയോജക മണ്ഡലത്തിലെ 3 കടകളും ജൂലൈ മാസം 1-ാം തീയതി മുതൽ അടഞ്ഞു കിടക്കുകയാണ്. അവിടെ നമ്മൾ മരുന്ന് തേടിയെത്തിയാൽ അവർ ഫാർമസിസ്റ്റ് നൽകുന്ന മറുപടി എന്ന് പറയുന്നത് GST നമ്പർ കിട്ടാത്തത് കൊണ്ടാണ് മരുന്ന് ബില്ല് ചെയ്യാൻ പറ്റുന്നില്ല എന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ 5 ദിവസക്കാലമായി അടൂരിലെ ട്രഷറി ആശ്രയിച്ച് മരുന്ന് മേടിച്ചുകൊണ്ടിരുന്ന അടൂരിലെ നീതി മെഡിക്കൽ സ്റ്റോറിൽ എത്തുന്നവർക്കും ഇതേ അനുഭവമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് മരുന്ന് എഴുതി വിടുന്നവർ സാധാരണക്കാർ മരുന്നിൻ്റെ വില ഓർത്ത മാവേലി മെഡിക്കൽ സ്റ്റോറിനെ ആശ്രയിക്കുമ്പോൾ അവർക്ക് ഇരുട്ടടിയായി തീരുകയാണ് ഈ തീരുമാനം. ബില്ല് GST വന്നതിന് ശേഷം അവർക്ക് ബില്ല് കിട്ടിയില്ല എന്ന കാരണമാണ് ഇവർ പറയുന്നതെങ്കിലും പനി ഉൾപ്പെടെ നിരവധി പേർ അടൂർ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ വൻ വില കൊടുത്ത് സ്വകാര്യ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങി ഉപയോഗിക്കുന്നവർ ഈ മാവേലി മെഡിക്കൽ സ്റ്റോറിനെ ആശ്രയിക്കുമ്പോൾ അവർക്ക് ഇരുട്ടടിയായി തീർന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധികൃതർ ഈ പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഇവർക്ക് പുതിയ സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് മരുന്ന് നൽകാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത്. വരും ദിവസങ്ങൾ അതിശക്തമായ സമരമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകാനാണ് സംഘടന തീരുമാനമെടുത്തത്. സാധാരണക്കാർക്ക് ഏറെ പ്രയോജനപ്പെട്ടിരുന്ന മാവേലി മെഡിക്കൽ സ്റ്റോറുകൾ തുറക്കാത്തതിനാൽ പനി ബാധിച്ച് ചികിത്സ തേടിയിരിക്കുന്ന രോഗികളാണ് ഏറെ ബുദ്ധിമുട്ടിലായിരിക്കുന്നതെന്നും സർക്കാർ ഇടപെട്ട് മാവേലി മെഡിക്കൽ സ്റ്റോറുകൾ തുറക്കുവാൻ നടപടിയെടുക്കണമെന്നും മനു തയ്യൽ ആവശ്യപ്പെടുന്നു.
ന്യൂസ് ഡെസ്ക് വേണ TV. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പന്തളത്ത് വൃദ്ധരായ മാതാപിതാക്കളെ കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിൽ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തിലെ കുളത്തുംവടക്കേതിൽ ഊട്ടുപറമ്പ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്യാൻ പെരിങ്ങനാട് തൃച്ചേന്നമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. ഇതോടെ ഇന്നത്തെ വേണാട് വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അടൂർ. ആസ്ഥ ഹെൽത്ത് കെയറിന്റെ പുത്തൻ സംരംഭം ആസ്ഥ ക്ലിനിക്, കണ്ടത്തിൽ കോംപ്ലക്സ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, പറക്കോട്, അടൂർ. Time Kids, the preschool that cares.